ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ന്യൂസിലൻഡുമായി ബന്ധപ്പെട്ടതാണ്. ന്യൂസിലൻഡിന്റെ സൂപ്പർ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസിലൻഡ് പേസർ സൗത്തിയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ 28-നാണ് ടെസ്റ്റ് പരമ്പര. അത് കഴിഞ്ഞാൽ താൻ വിരമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലണ്ടുമായിട്ടുള്ള ടെസ്റ്റ് തന്റെ അവസാനത്തെ മത്സരമാണെന്നും സൗത്തി അറിയിച്ചിരിക്കുകയാണ്. സൗത്തിക്ക് 35 വയസ്സുണ്ട്. സൗത്തിയുടെ ഹോം ഗ്രൗണ്ടിൽ ഡിസംബർ 14-നാണ് ടെസ്റ്റ് മത്സരം. അത് തന്റെ വിരമിക്കൽ മത്സരമാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് സൗത്തി. അങ്ങനെ മറ്റൊരു ഇതിഹാസ താരം കൂടി പടിയിറങ്ങി. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ടീമിലെ സഞ്ജുവിന്റെ കളി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ അടുത്തൊരു ടൂർണമെന്റ് എത്തിയിരിക്കുകയാണ്. സഞ്ജുവിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം നടക്കുന്ന സയ്യിദ് മുസ്താഖ് അലിയിൽ കേരള ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു ആണ്. ഈ മാസം 23-നാണ് ആദ്യ ടൂർണമെന്റ്. സഞ്ജുവിനെ കൂടാതെ സച്ചിൻ ബേബി, രോഹൻ കുന്നുമേൽ, അസറുദ്ദീൻ തുടങ്ങിയ താരങ്ങളും ടീമിലുണ്ട്. സഞ്ജുവിന്റെ ബാറ്റിംഗ് മാത്രമാണ് ഇന്ത്യ കണ്ടത്. ഇനി അങ്ങോട്ട് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി കൂടി കാണാൻ പോവുകയാണ്. ഇപ്രാവശ്യം കേരള ടീമിന് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം സഞ്ജു ഫോമിലാണ്. അതുകൊണ്ട് ഒരു പക്ഷേ സയ്യിദ് മുസ്താഖ് അലി ട്രോഫി കേരളം നേടാൻ സാധ്യതയുണ്ട്. സഞ്ജുവിന്റെ ഡബിൾ സെഞ്ചുറി വരെ സയ്യിദ് മുസ്താഖ് അലിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കേരളം ഗ്രൂപ്പ് ഇയിലാണ്. കേരളത്തിന്റെ ആദ്യത്തെ മത്സരം സർവീസസിനെതിരെ ഈ മാസം 23-നാണ്. സഞ്ജു കളിക്കളത്തിലേക്ക് വീണ്ടും ഇറങ്ങാൻ പോവുകയാണ്. സഞ്ജു ഏറ്റവും ഫോമിൽ നിൽക്കുന്ന സമയമാണിത്. അതുകൊണ്ട് ചിലപ്പോൾ വലിയ റെക്കോർഡുകൾ സഞ്ജു സയ്യിദ് മുസ്താഖ് അലിയിൽ തിരുത്തി കുറിക്കും. കേരള ടീമിന്റെ കളി കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.